വെക്കുന്ന ജലമാണ് ഇന്ന് നമ്മുടെ കുടിക്കുന്ന ജലമൊക്കെ മാലിന്യമായിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പാകിസ്ഥാനിലോട്ട് ഒഴുകുന്ന ഇൻഡസ് അല്ലെ, അതൊക്കെയുണ്ട്. പിന്നെയും നമ്മൾ മറ്റു രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ വലിയ വലിയ നദികളുണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ അത് വെറും 1% മാത്രമാണ്. പിന്നെ നമുക്കുള്ള ലേക്സ്, ഇതെല്ലാം കുളങ്ങൾ, ഇതിലെല്ലാം ഉള്ളത് വെറും 1%. അപ്പോൾ ഈ നമുക്ക് കണ്ടുകൊണ്ട് കണ്ടുകൂടെങ്കിലും നമ്മുടെ ഈ ഭൂമിക്ക് അടിയിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ജലത്തിന്റെ അളവ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ആ ജലമാണ് യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യന്റെ ജീവിതത്തെ സസ്റ്റെയിൻ ചെയ്ത് നൽകുന്നത്. ഇന്ന് ഈ ഭൂജലം കൊണ്ടാണ് നമ്മളെല്ലാവരും എന്താണ് ഈ ഒരു തരത്തിൽ നമ്മുടെ പല സാമ്പത്തിക ക്രയവിക്രയങ്ങളും ചെയ്തു. നിങ്ങള് ബിഎഡിലെ കുട്ടികളായതുകൊണ്ട് ഞാൻ ചോദിക്കാം, നമ്മുടെ മനുഷ്യ സംസ്കാരം ആദ്യം രൂപം കൊണ്ടത് എങ്ങനെയാണ്? ഇതിൽ നിന്ന് മാറി കുന്നുകളിലേക്ക് അവരുടെ ജീവിതം പറിച്ചു നട്ടത് എന്തുകൊണ്ടായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? നദീതീരത്തിനോട് ചേർന്ന് അവൻ ജീവിച്ചു. പിന്നെ എന്തുകൊണ്ടായിരിക്കും നദിയിൽ നിന്ന് മാറി പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി പോകാൻ അവനെ പ്രാപ്തനാക്കിയത്? കൃഷിയുണ്ട്. കൃഷിക്ക് എന്ത് വേണം? വെള്ളം വേണം. അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യൻ പ്രധാനമായിട്ടും നദിയോട് ചേർന്നൊക്കെ ജീവിച്ചത്.